ഈ പറഞ്ഞ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കലാസബരിയെക്കുറിച്ച് പറയുമ്പം വലിയ സൗഹൃദങ്ങളുള്ള ആളായിരുന്നു. അന്ന് കാലങ്ങളിൽ ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും സാധാരണക്കാരായുള്ള ആളുകളുടെ ഇടയിലും വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അല്ലേ? ഒരുപാട്. അതെ അതെ, അത് ഏറ്റവും വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രീ ഒൻവിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകും സമ്മേളനങ്ങളിൽ. വയലാറ് ഞാനും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വന്ന് ആ സംഘാടകൻ്റെ സെക്രട്ടറി വിളിച്ചുകൊണ്ട് പോകും. പെട്ടെന്ന് നോക്കുമ്പോൾ വയലാറിനെ കാണില്ല, എവിടെ പോയി എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു 10-50 പേരുമായിട്ട് ആ നാട്ടുകാരൻ എന്ന നിലയിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലമാണ്. ഒരു 50 പേരുമായിട്ടായിരിക്കും ഇദ്ദേഹം കയറി വരുന്നത്. അപ്പം ചെന്ന ഞൊടിയുടെ തന്നെ ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, നിലനിർത്തുകയും ചെയ്യും. അതാണ് ഒരു ഏറ്റവും വലിയ കാര്യം. നമുക്ക് തുടങ്ങാമെന്തും, പക്ഷേ തുടരാനാണല്ലോ പാട്. അതെ അതെ, അത് നിലനിർത്തിയതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോഴും ഇരിക്കുന്നത്. 50 കൊല്ലം കഴിഞ്ഞു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണല്ലോ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നത്. 47 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ്, വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അദ്ദേഹം രോഗശയ്യയിലായ ശേഷം തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വലിയ തോതിലുണ്ടായിരുന്നു എന്ന് വായിച്ചു കിട്ടണം. അങ്ങനെ തന്നെ ആയിരുന്നു ആ സമയത്ത്? അതോ ഒരു സർജറി ഉണ്ടായിരുന്നു, സർജറി സക്സസ്ഫുൾ ആയിരുന്നു പറഞ്ഞ ഡോക്ടേഴ്സ് എല്ലാം ഇരിക്കുന്ന സമയത്താണ്. സിസ്റ്റമൊക്കെ വീക്കായിരുന്നു പൊതുവെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ സിസ്റ്റം വെച്ച് ഫെയിലിയർ ഉണ്ടായി എന്നുള്ളതാണ് ക്രമേണ. പക്ഷെ അന്നൊരു വേറൊരു വാർത്തയുണ്ടായിരുന്നു, ബ്ലഡ് മാറി ഇഞ്ചക്ട് ചെയ്ത് സംഭവിച്ചെന്നൊക്കെ ഒരു. അത് കുറേ നാളൊക്കെ നമ്മളതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. കുറേ മരിച്ചൊരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നൊക്കെ പലർക്കും അറിയാം. അപ്പം മുത്തശ്ശിയമ്മയൊക്കെ അന്നിങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വിളക്ക് വെച്ച് ആത്മാവിനെ വിളിച്ചപ്പോൾ ഒരു വിളക്ക് തിരിതാന്ന് പോയി. ജ്യോത്സ്യൻ പറഞ്ഞു എന്തോ ഇത് സ്വാഭാവിക മരണമല്ല, അതാണ് വിളക്ക് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം അതൊക്കെ അങ്ങനെ പോയി. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു 2016, അതായത് 1975 മരണം. 2016 ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അന്ന് ഏറ്റവും ഒടുവിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓസ്ട്രേലിയ സിഡ്നിയിലുണ്ട് ഇപ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആൾ ഇതിവിടെ ഉണ്ടോ. ഞാനങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. ഇങ്ങനൊരു വാർത്തയുണ്ട്, വല്ല വസ്തുതയുണ്ടോ? പറഞ്ഞു ഒരു വസ്തുതയില്ല. ഇതുകൊണ്ട് തന്നെ സിസ്റ്റം പലതായിട്ട് ഫെയിലിയറായി, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ അങ്ങനെ ഉണ്ടായത്, അല്ലാണ്ട് രക്തം മാറി ചെയ്തതാണെന്ന് നമുക്കൊരു അങ്ങനെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന മരണസമയത്തുണ്ടായിരുന്ന ഡോക്ടറാണ് അദ്ദേഹം. പറയുമ്പോൾ പിന്നെ നമുക്കത് തന്നെയാണല്ലോ വേദവാക്യം. അതെ അതെ. പാലയിൽ എൻ്റെ ഒരു 12 മണിക്കൂർ പ്രോഗ്രാം, റെക്കോർഡ് പ്രോഗ്രാമായിരുന്നു. ഇത് മുഴുവൻ രാവിലെ മുതൽ ആൾക്കാർ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് 12 മണിക്കൂറിന് പകരം 13 മണിക്കൂർ ഞാൻ ബൈഹാർട്ട് പാടി ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചാണ്. അപ്പോൾ ചന്ദ്രളപ്പം ആൾക്കാർ ചോദിച്ചില്ല, അതല്ലാതെ അച്ഛൻ്റെ പാട്ട് ഒത്തിരി പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വെറുതെ കളി പറഞ്ഞു, നിങ്ങളത് പാടിയില്ല, ലാസ്റ്റ് പാട്ടാണ് വയലാർ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ലാസ്റ്റ് പാട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയോ? അത് അവസാന പാട്ടാണ്. തർക്കിക്കുകയാണ് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു അത് ചന്ദ്രളപ്പം വയലാർ അച്ഛൻ്റെ ലാസ്റ്റ് പാട്ടാണ് നിങ്ങളുടെ ആരാ പറഞ്ഞു? അത് ഞാൻ പഠിച്ചു, ആർക്കറിയാൻ പാടില്ലാത്തത്. ഞാൻ പറഞ്ഞു അതല്ല, വയലാറച്ഛൻ എഴുതിയ പാട്ട് അതല്ല. ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. സന്ധ്യാവന്ദനം ഇന്നും പലർക്കും അറിയില്ല അച്ഛൻ ഏത് ഇതാണ് തരുന്നത്. സന്ധ്യാവന്ദനം എന്ന ചിത്രത്തിൽ LPR വർമ്മ സംഗീതം ചെയ്ത ആ പടമാണ്. വന്ദനം വന്ദനം ഇതാണ് ലാസ്റ്റ് എഴുതിയ. ദുഃഖ സംഗീത പ്രിയകളാം സ്വപ്നങ്ങളോടാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ യാത്ര പറയുന്നതോട്. സ്വപ്നം എപ്പോൾ നശിക്കുന്നോ അന്നേരം നമ്മുടെ ജീവനില്ലാണ്ടായി. ഭാര്യയോടും മക്കളോടും ഒക്കെ യാത്ര. കണ്ണദാസിൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ചിതവരെയുള്ളവരൊക്കെ. ചിലർക്ക് ചിതവരെ എത്താൻ പറ്റില്ല. അവരോടൊക്കെ നമുക്ക് യാത്ര പറഞ്ഞാൽ ഏറ്റവും അവസാനം ബോധമുള്ള കാലത്തോളം നമ്മൾ സ്വപ്നം കാണും. ആ സ്വപ്നത്തിനോടാണ് യാത്ര പറയുന്നത്. എൻ്റെ ചുടു യൗവനത്തെ പുണർന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഉന്മാദമായിരുന്നു, എന്തൊരാവേശമായിരുന്നു. കാലം ദഹിപ്പിച്ച വർണ്ണാശ്രമങ്ങൾ തൻ കാറ്റൂതി കെടുത്താത്ത ചിതയിൽ ഒരിക്കലും ഊതിയാൽ കെടില്ല. കാര്യം ബാല്യം നിലനിർത്താൻ പറ്റില്ലല്ലോ, എത്ര കാറ്റൂതിയാലും കെടില്ല. പക്ഷെ ആ ചിതയിൽ അതിൻ്റെ മുറയ്ക്ക് അടർന്നു വീണു. സ്വപ്നങ്ങൾ അടർന്നു വീണത്. ഞാനൊരു ഏകാന്ത ഗദ്ഗതമായി ഒരു തീണ്ടാപ്പാടകലെ ഞാൻ നോക്കി നിന്നു. ഉദകം മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് സ്വപ്നത്തിനോട് യാത്ര പറഞ്ഞു എന്നുള്ളത്. അതാണല്ലോ ആദ്യം സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പറഞ്ഞ ആള് അവസാനം നിശ്ചലതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വയലാർ സാറിന്റെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പറയണേ. അതായത് ഈ ശരശയ്യയില് ഒരു പാട്ടുണ്ട്, ആ സ്ത്രീകളുടെ ദുഃഖം ദൈവത്തോട് നീലാംബരമേ താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവം ഇപ്പോഴും അവിടെയുണ്ട്. അവര് വെള്ളിച്ചൂരലും ചുഴറ്റി വെള്ളത്താടി പറത്തി പളുങ്കുകൾ പാകിയ വഴിയിൽ നടക്കാൻ ഇറങ്ങാറുണ്ട്. കണ്ണീര് ഇവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി. എന്താ വരിക